നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ NDAയ്ക്കുണ്ടായത് കനത്ത തിരിച്ചടിയാണ്. ക്രൈസ്തവ വോട്ടുകൾ ലക്ഷ്യമിട്ട് നടത്തിയ നീക്കങ്ങൾ ഫലം കണ്ടില്ല. മുൻ നിയമസഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ നേരിയ വോട്ട് വർധന മാത്രമാണ് NDAയ്ക്കുള്ളത്. 2021 നേടിയ 8595 വോട്ടുകളിൽ ചോർച്ചയുണ്ടായിട്ടില്ല എന്നത് മാത്രമാണ് ഏക ആശ്വാസം. ദീപക് മലയമ്മയുണ്ട്. ദീപക് മലയമ്മ, വലിയ മാജിക് ഒന്നും അവസാന നിമിഷവും NDA പ്രതീക്ഷിച്ചിരുന്നില്ല. പക്ഷേ NDA ക്യാമ്പിന് അല്പമെങ്കിലും ആശ്വാസം പകരുന്നത് 2021 നേടിയ വോട്ടിൽ കാര്യമായ വിള്ളൽ ഉണ്ടായിട്ടില്ല എന്നത് തന്നെയാണ്, അല്ലേ? ഡോക്ടർ അരുൺകുമാർ, ഈ നിലമ്പൂർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് NDA ആദ്യഘട്ടത്തിൽ മത്സരിക്കേണ്ടെന്ന് തീരുമാനിച്ചു. പിന്നീട് ഒരു ക്രൈസ്തവ വിഭാഗത്തിൽ നിന്നുള്ള ആളെ തന്നെ സ്ഥാനാർത്ഥിയാക്കി പ്രഖ്യാപിക്കുകയും ചെയ്തു. അതിനുശേഷം പ്രചാരണത്തിന് വളരെ ചുരുങ്ങിയ ദിവസം മാത്രമാണ് ഉണ്ടായിരുന്നത്. അതിന് ഏറ്റവും ഒടുവിലാണ് ഇന്നലെ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് മോഹൻ ജോർജ് തന്നെ നമ്മുടെ അടുത്തൊരു പ്രതികരണം നടത്തിയത്. ചില വോട്ടുകൾ മറിച്ചു കുത്തപ്പെടുന്ന സാഹചര്യം ഉണ്ട് എന്നുള്ള കാര്യം ഉൾപ്പെടെ പറയുകയും ചെയ്തു. അങ്ങനെ ഒരു അങ്കലാപ്പിലേക്ക് NDA എത്തി നിൽക്കുന്ന ഘട്ടത്തിലാണ് ഇന്നിപ്പോൾ റിസൾട്ടിലേക്ക് കാര്യങ്ങൾ എത്തുന്നത്. ആ ഘട്ടത്തിൽ NDA സംബന്ധിച്ച് വലിയ രീതിയിലുള്ളൊരു നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും താരതമ്യേന മോശമല്ലാത്ത രീതിയിലുള്ള പ്രകടനം നടത്താൻ കഴിഞ്ഞു എന്നുള്ള വിലയിരുത്തൽ തന്നെയാണ് പൊതുവേ ഉള്ളത്. നേരത്തെ 8595 വോട്ടാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ NDAയ്ക്ക് നേടാൻ കഴിഞ്ഞിരുന്നത് നിലമ്പൂർ മണ്ഡലത്തിൽ. അതേസമയം ഇപ്പോൾ അത് അല്പം കൂടി വർദ്ധിപ്പിച്ച് ഒരു 53 വോട്ടിൻ്റെയൊക്കെ നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞു എന്നുള്ള ആത്മവിശ്വാസം NDA ക്യാമ്പിന് ഉണ്ട് എന്നുള്ളതാണ്. പൂർണ്ണമായും അവരുടെ ബേസ് വോട്ട് ആ നിലയ്ക്ക് തന്നെ ഉറപ്പിച്ച് നിർത്താൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് അവർ വലിയ കാര്യമായി കാണുകയും ചെയ്യുന്നത്. അതിനപ്പുറത്തേക്ക് വലിയ നേട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. ക്രൈസ്തവ വോട്ടുകൾ അത് സമാഹരിക്കാൻ കഴിയും എന്നുള്ളൊരു പ്രതീക്ഷ പൊതുവേ NDA ക്യാമ്പ് വെച്ച് പുലർത്തിയിരുന്നു. പ്രത്യേകിച്ച് മലങ്കര സഭയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വേരോട്ടമുള്ള മണ്ണ് കൂടിയാണ് നിലമ്പൂർ. അതുകൊണ്ട് തന്നെയാണ് ഒരു ക്രൈസ്തവ സ്ഥാനാർത്ഥിയെ രംഗത്തേക്ക് ഇറക്കിയതും ആ വോട്ട് സമാഹരിക്കാനുള്ള നീക്കങ്ങളൊക്കെ നടത്തിയതും. പക്ഷേ പാലക്കാട് ഉൾപ്പെടെ നടത്തിയിട്ടുള്ള അതേ നീക്കം വീണ്ടും ആവർത്തിച്ചപ്പോൾ അത് ഒരു ഇലക്ഷൻ സ്ട്രാറ്റജി എന്നുള്ള നിലയിൽ പാളുന്നതാണ് നമുക്ക് നിലമ്പൂരിലും കാണാൻ സാധിച്ചിട്ടുള്ളത്. പക്ഷേ ഈ കാര്യത്തിൽ ഇപ്പോൾ BJP സംസ്ഥാന അധ്യക്ഷൻ്റെയൊക്കെ പ്രതികരണം ഉൾപ്പെടെ പുറത്തേക്ക് വരുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് ഒരു നേട്ടമുണ്ടാക്കി അത് BJP മാത്രമാണ് അത്തരത്തിൽ ഈ തെരഞ്ഞെടുപ്പുമായി ഉപതെരഞ്ഞെടുപ്പിൽ കാര്യമായ വോട്ട് ചോർച്ച BJPക്ക് ഉണ്ടായില്ല എന്നുള്ളതാണ് BJP അധ്യക്ഷനും BJP ക്യാമ്പും കണക്കുകൂട്ടുന്നത്. അതിൽ മാത്രമാണ് അവർക്ക് ആശ്വാസമുള്ളത്.